السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞായറാഴ്ച ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ അല്പസമയം നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ അല്പസമയം സംസാരിക്കുകയും കേൾക്കുകയും ചെയ്ത് പിരിഞ്ഞു പോവാറാണ്. പലപ്പോഴും ഹ്രസ്വമായ ഈ സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിൽ നമ്മൾ ഇടപെടുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ഓർമ്മ വരികയും അതിനെ പരമാവധി പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കലാമും തിരുനബിയുടെ ഉപദേശങ്ങളുമൊക്കെ സാധാരണയായി ഒന്നിടവിട്ടെങ്കിലും അതിനെ കേൾക്കുകയും കാതോർക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി തന്ന ഈമാനിന് ശക്തി ഏറുന്നതും മൂർച്ച കൂടുന്നതും. അമ്പിയാക്കൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞയച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമൊക്കെ അങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു നബി വരും, കുറേ കാലം പ്രബോധനം ചെയ്ത് ആ ജനതയിൽ താമസിച്ച് ജീവിച്ച് ആ നബി മരണപ്പെട്ടങ്ങ് പോകും. പിന്നെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അള്ളാഹു വീണ്ടും സമുദായങ്ങളിലേക്ക് അമ്പിയാക്കൾ അങ്ങനെ പറഞ്ഞു കഴിച്ചുകൊണ്ടേയിരിക്കും. ഫഅർസൽനാ ഇലൈഹിം റുസുലൻ, അല്ലേ, അവരിലേക്ക് നാം ദൂതന്മാരെങ്ങനെ പറഞ്ഞയച്ചു കൊണ്ടേയിരുന്നു. വേറെ ഇടത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല സൂചിപ്പിച്ചത് അങ്ങനെയാണ്. അഥവാ പല സന്ദർഭങ്ങൾക്കനുസരിച്ച് ക്രമേണ റബ്ബ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ അമ്പിയാക്കളെ കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയാണ്? ഓരോ തലമുറ കഴിയുമ്പോഴും ആ തലമുറയിൽ അമ്പിയാക്കളെ പ്രബോധനം ചെയ്ത കാര്യങ്ങളിൽ മാറ്റിത്തിരുത്തലുകൾ കടന്നു വരുന്നു, മൂല്യച്യുതികൾ കടന്നു വരുന്നു, വിശ്വാസവഞ്ചനകളും കൊള്ളയും അതുപോലെ തന്നെ എല്ലാത്തരം ആഭാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. വീണ്ടും ആ സമുദായത്തെ ശുദ്ധീകരിക്കാൻ അള്ളാഹു പുതിയ അമ്പിയാക്കളെ കൊണ്ടുവരുന്നു. ഹൂദ് നബിയെ പരിചയപ്പെടുത്തി, റബ്ബ് സുബ്ഹാനഹു തആല സ്വാലിഹ് നബിയെ പരിചയപ്പെടുത്തി. അവിടുന്ന് അങ്ങനെ ഓരോരോ അമ്പിയാക്കളുടെ പേരിങ്ങനെ, അല്ലെ, എന്നിങ്ങനെയുള്ള റബ്ബിന്റെ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല തുടരെ അവൻ പറഞ്ഞയക്കുന്ന അമ്പിയാക്കളുടെ വരവുകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഥവാ നാൾക്ക് നാൾ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഈമാനിന്റെ മാധുര്യം, ഈമാനിന്റെ ശക്തി, അല്ലെങ്കിൽ ഈമാനിന്റെ തിളക്കം, അതിന് കുറവ് സംഭവിക്കുന്നു. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും തിളക്കമുള്ളതാക്കാനും വേണ്ടിയാണ് നല്ല നല്ല ഉപദേശ നിർദ്ദേശങ്ങളുമായി അള്ളാഹുവിന്റെ കലാമിനാലും അമ്പിയാക്കള് ഈ ലോകത്ത് അവതരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇനി ഒരു നബിയും കടന്നു വരാനില്ല.
റസൂലുള്ളാഹി പ്രഖ്യാപിച്ചതും അതാണ്, ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബിയില്ല. പക്ഷേ ആ സമൂഹത്തിന് നേരായ ഇനിയുള്ള തലമുറ ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയ്ക്ക് നിലനിൽക്കാൻ വഴിതെറ്റാതെ അവരുടെ ഈമാനിന്റെ പൂർത്തീകരണം സാധ്യമാകുന്ന വിധം, ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന വിധം, ഈമാനിനെ തിളക്കമുള്ളതാക്കുന്ന വിധം രണ്ട് കാര്യങ്ങളെ ഉപേക്ഷിച്ചിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അവയെ മുറുകെ പിടിക്കുന്നിടത്തോളം, അല്ലെ, നിങ്ങൾ അതിനെ മുറുക്കി പിടിക്കുന്നിടത്തോളം നിങ്ങൾ ഒരിക്കലും എനിക്ക് ശേഷം വഴി പിഴക്കുകയില്ല, നിങ്ങൾ ഒരിക്കലും വേറെ പാഴായി പോയൊരു ജീവിതം നയിക്കേണ്ടി വരികയില്ല എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്, ഖുർആനും സുന്നത്തും. അതുകൊണ്ടാണ് ആഴ്ചകളിലെങ്കിലും അതല്ലെങ്കിൽ മാസങ്ങളിലെങ്കിലും നമ്മൾ ഇടക്കിടക്ക് ഒരുമിച്ചിരിക്കുന്നതും, അല്ലെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുകയും നമ്മുടെ ഈമാനുകളെ പുതുക്കുകയും ചെയ്യുന്നത്. അള്ളാഹു ഇത്തരം സംസാരങ്ങൾ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലോകത്ത് ആവർത്തിക്കപ്പെടുന്ന തുടർക്കഥകളാകുന്ന ദുരന്ത വാർത്തകളെ സംബന്ധിച്ച് ഓരോ വർഷവും കഴിയുമ്പോൾ, അല്ലെ, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ, പോയ വർഷങ്ങളെക്കാൾ കൂടുതൽ പരീക്ഷണങ്ങൾ നിറയുന്ന നാളുകളാണ് ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അന്ത്യനാൾ അടുക്കുമ്പോഴേക്കും ഫിത്നകൾ വർദ്ധിക്കുമെന്നാണ്. ലാ തഖൂമു സ്സാഅതു ഹത്താ തക്ഫുറ ഫീഹൽ ഫിതൻ. പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ, പല തരത്തിലുള്ള പല വിധേനയുള്ള പരീക്ഷണങ്ങൾ ലോകത്ത് ബാധിക്കുമെന്നാണ്. അന്ത്യസമയത്തിന്റെ അടയാളങ്ങളെ റസൂലുള്ളാഹി വിശദീകരിച്ചപ്പോൾ പറഞ്ഞു പോയ ഒരു കാര്യം, ഒരു പ്രവചനം അതാണ്. പല നിലക്കുള്ള പരീക്ഷണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളാകാം, അതല്ലെങ്കിൽ മറ്റു സാമ്പത്തിക നഷ്ടങ്ങളാകാം, ആരോഗ്യപരമായ പരീക്ഷണങ്ങളാകാം, മക്കളിലുള്ള പരീക്ഷണങ്ങളാകാം, ഒരു സമുദായത്തിന് ബാധിക്കുന്ന പരീക്ഷണങ്ങളാകാം, ശാരീരികവും മാനസികവുമായി മനുഷ്യൻ പലപ്പോഴും പ്രയാസപ്പെടുന്ന പരീക്ഷണങ്ങളാകാം. അത് ഏത് വിധേനയും ലോകത്ത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ സംഭവിച്ചതിന്റെ പല മാതൃകകളെയും വിശുദ്ധ ഖുർആനിൽ റബ്ബ് പറഞ്ഞു പോകുന്നു. നമ്മൾ ഇന്ന് പ്രത്യേകം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം, സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കണ്ട ചിത്രങ്ങളാണ്. ഇന്നലെ വരെ സുഖലോലുപതയിൽ കിടന്നുറങ്ങിയ ലോകത്തിന്റെ ഏറ്റവും നല്ല, ഏറ്റവും വില കൂടിയ ഇടങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയിലെ കാലിഫോർണിയയുടെ കത്തിച്ചാമ്പലായ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു സത്യവിശ്വാസി എന്ന നിലക്ക്, ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യ ബോധ്യങ്ങളുണ്ട്. പലപ്പോഴും അതിൽ കവിഞ്ഞുള്ള പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇന്ന് സർവ്വസാധാരണമായി. എന്നാൽ തീരെ അതിലൊരു വകയുമില്ലാത്ത രീതിയിൽ അതിനെ ഒരു തരത്തിലും അതിൽ പ്രതികരിക്കാതെ, അതല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പാഠം പോലും ഉൾക്കൊള്ളാത്ത വിധം അതിനെ അശ്രദ്ധയിൽ ഒഴിവാക്കി കളയുന്ന ആളുകളെയും ജനങ്ങൾക്കിടയിൽ കാണാം. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യമ നിലപാട് എല്ലാ കാര്യത്തിലും അനിവാര്യമാണ്. എക്സ്ട്രീമായി ചിന്തിക്കാൻ, അല്ലെ, ഗാസയിലെ ജുബാലിയ മല പോലെ അമേരിക്കയിലെ കാലിഫോർണിയയുടെ ചിത്രം എന്താണ് ഇന്ന് കരിപുരണ്ടതായി മാറിയിരിക്കുന്നുവെന്നാണ് ഒരാൾ ട്വീറ്റ് ചെയ്തത്. അഥവാ കാലിഫോർണിയയിലെ തീപിടിച്ച് അതിന്റെ അനന്തരമായ കത്തിച്ചാമ്പലായ വെണ്ണീറിന്റെ ചിത്രം ഒരു ഭാഗത്തും, ഗാസയിലെ ജുബാലിയ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു ചിത്രം മറുഭാഗത്തും ഒട്ടിച്ചു വെച്ച് അയാൾ പോസ്റ്റ് ചെയ്ത വരിയതാണ്. ഒന്ന് ജുബാലിയ ഗസയിലെ, അത് മനുഷ്യൻ കത്തിച്ചു കളഞ്ഞതാണ്. മറ്റേതോ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം അവിടെ പടർന്ന് പന്തലിച്ച ആ ഒരു ചിത്രത്തിന്റെ അവശിഷ്ടം, അല്ലെ, ആ ഒരു പ്രദേശത്തിന്റെ ബാക്കിയായ ചിത്രം വായിക്കുമ്പോൾ നല്ല ആവേശമുള്ള നല്ല വരികളൊക്കെ കാണാം. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അതിര് കടന്ന ചില ആളുകളുടെ വർത്തമാനം. ഒരു പ്രകൃതി ദുരന്തം ഒരിക്കലും ആഘോഷിക്കപ്പെടാനുള്ളതല്ല. ലോകത്ത് വരുന്ന റബ്ബിന്റെ പരീക്ഷണങ്ങളിൽ സത്യവിശ്വാസി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അവൻ അറിയേണ്ട ചില ഗുണപാഠങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും വൈകാരികമായി ഇതിനെടുക്കുമ്പോൾ പലരും ഇതിനെ ചർച്ച ചെയ്യും പോലെ ചില ആളുകൾ പറയാണ്, മനുഷ്യൻ മില്യൺസ് എണ്ണമറ്റ മില്യൺസ് ഡോളറുകളാണ് അമേരിക്ക ഗാസയുടെ മുകളിൽ ബോംബ് വർഷത്തിന് വേണ്ടി ചെലവഴിച്ചതെന്നാൽ ഒരാൾ പറയുന്നു, അവർ അധ്വാനിച്ചുണ്ടാക്കിയ മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ടാണ് ഗാസയെ അവർ കത്തിച്ചതെങ്കിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ ഇന്ന് കാലിഫോർണിയ കത്തിയമറിയുകയാണ്.
എന്നിട്ട് ഒരാഴ്ച അതിന്റെ ഇടയിൽ ഫിറ്റാക്കുക. എന്താ പറയുന്നത്? റബ്ബുക നസിയ്യ, നിന്റെ റബ്ബൊന്നും മറക്കുന്നവനല്ല. അല്ലാഹു ആലം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ പരീക്ഷിക്കുന്നത് ശിക്ഷയാകാം, അല്ലെ? ശരിയാണ്. ഒരു സമൂഹത്തെ, ലോകത്തെ മുസ്ലിം സമൂഹത്തിന് മുഴുവൻ നാശം വിതക്കുന്ന പ്രസ്താവനകൾ, മിഡിൽ ഈസ്റ്റിനെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല, ഞാൻ അതിനെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ വർത്തമാനങ്ങൾ, പച്ചയായ മനുഷ്യ ശരീരത്തിൽ പച്ചയായ ഹൃദയം പോറുന്ന ഏതൊരു മനുഷ്യനും ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കാതെ ഇരിക്കാനാവൂല. പക്ഷെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികാര നടപടികൾ ലോകത്ത് പ്രചരിപ്പിച്ച് വീണ്ടും പ്രശ്നങ്ങളെ സംഘർഷഭരിതമായ കലുഷിതമായ അന്തരീക്ഷങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരു സത്യവിശ്വാസി ശ്രമിക്കരുതെന്നാൽ ചിലപ്പോൾ റബ്ബ് ഒരു കാര്യവും മറക്കുന്നവനല്ല. റബ്ബ് ഒരിക്കലും അനീതി കാണിക്കുന്നവനുമല്ല. പ്രകൃതി ദുരന്തങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല പരാമർശിക്കുമ്പോഴൊക്കെ അത് റബ്ബിന്റെ ഹിക്മത്തിനെ സൂചിപ്പിക്കുന്നതെന്നാണ് വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ. യുക്തിയോടുകൂടിയാണ് റബ്ബിന്റെ പരീക്ഷണം വരിക. അള്ളാഹു ഒരിക്കലും അയുക്തി പ്രയോഗിച്ച് റബ്ബിന്റെ പരീക്ഷണം വരൂല. ഒരു പ്രദേശത്തെ എന്തെങ്കിലും ഒരു പ്രളയമോ ഭൂമിക്കുലുക്കമോ ഇനി അതെല്ലാം ചുഴലിക്കാറ്റോ വന്ന് വിഴുങ്ങുകയാണെങ്കിൽ അള്ളാഹുവിന് കൃത്യമായ ധാരണയും റബ്ബിന് കൃത്യമായ വ്യക്തമായ പ്ലാനും റബ്ബിന്റെ യുക്തിയും അതിന്റെ പിന്നിലുണ്ടെന്നാണ്. അപ്പൊ ലോകത്ത് എന്ത് സംഭവിക്കുമ്പോഴും അത് അള്ളാഹുവിന്റെ യുക്തിക്കനുസരിച്ചുള്ള റബ്ബിന്റെ ഹിക്മത്തിനെ സംബന്ധിച്ചാണ് സത്യവിശ്വാസികൾ സഗൗരവം ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം. ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തണുത്തു വിറങ്ങലിക്കുന്ന ശരീരങ്ങളുടെ ചിത്രങ്ങൾ ഇന്നും ഏതൊരു വിശ്വാസിയുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഈ കഴിഞ്ഞ 460ഓളം ദിവസങ്ങൾ തുടരെ ഗാസയിലേക്ക് അവർ പറഞ്ഞയച്ചു വിട്ട ഓരോ മിസൈലുകളിലും ദുരന്തപൂർണമായ ജീവിതം പോറുന്ന വിശ്വാസി ലോകത്തിന്റെ കഥകൾ ലോകത്ത് എന്നും ചർച്ചയാൽ. അതിനിടയിൽ ഒരു 48 മണിക്കൂർ നീണ്ടു നിന്ന ഒരു കാറ്റും അതിന്റെ കെടുതിയുമൊക്കെ ലോകത്ത് ചർച്ചയാകുമ്പോൾ അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കുവാനും കൂടുതൽ റബ്ബിലേക്ക് വിനീതരാകുവാനും അള്ളാഹുവിന്റെ ലോകത്തുള്ള ഇടപെടലിനെ സംബന്ധിച്ച് ആലോചിക്കുവാനും സത്യവിശ്വാസികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അവിടെ ഗവേഷണങ്ങൾ, പഠനങ്ങൾ ആ ഒരു നിലക്ക് കൊണ്ടുപോകണം. നേരെ മറിച്ച് സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്ന വിധം തീവ്രവാദപരമായ പരാമർശങ്ങളിലേക്കാണ് പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കൾ പോലും അവരുടെ ആധുനികമായ സോഷ്യൽ മീഡിയകളിൽ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ ഇത്തരത്തിലുള്ള വാർത്തകൾ, ദുരന്ത കഥകൾ, ദുരന്ത വാർത്തകൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒരു സത്യവിശ്വാസി മനസ്സിലാക്കേണ്ട ചില ഗുണപാഠങ്ങളെ റബ്ബ് പറഞ്ഞു പോകുന്നു. റബ്ബ് പറയുന്നു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബശർ. വമാ യഅലമു ജുനൂദ റബ്ബിക, നിന്റെ റബ്ബിന്റെ പട്ടാളത്തെ സംബന്ധിച്ച് അവൻ അറിയാത്തവനല്ല, അല്ലെ? റബ്ബിന്റെ പട്ടാളം എന്നാണ് ചില റബ്ബിന്റെ പരീക്ഷണങ്ങളെ റബ്ബ് വിശേഷിപ്പിച്ചത്. അത് ചിലപ്പോ വലിയ ഒരു ചെറിയ മഴത്തുള്ളി വളരെ പെട്ടെന്നാണ് ഒരു വലിയ പ്രളയമായി രൂപാന്തരപ്പെടുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ആധാരമാക്കി നിശ്ചയിച്ച ജലം അതിന്റെ അളവൊന്നു കൂടിയാൽ അത് പ്രളയമായി മാറുന്നു. പലരുടെയും വീടും ജീവിതവും അത് മുഖേന തകർന്നു പോകുന്നു. നമുക്ക് ആശ്വാസം പകരുന്ന ജീവവായുവേകുന്ന ഇളം കാറ്റ് എത്ര പെട്ടെന്നാണ് അതൊരു കൊടുങ്കാറ്റായി മാറുന്നത്. അള്ളാഹുവിന്റെ കഴിവുകളെ സംബന്ധിച്ച് ഓരോ മനുഷ്യരും ആലോചിക്കാനാണ്. ഭൂമിയെ അള്ളാഹു കറാറാക്കി എന്നാൻ, അഥവാ അടിയിലയാതെ മനുഷ്യന്മാർക്ക് താമസിക്കാൻ പാകത്തിൽ അതിന് ഏറ്റവും നല്ല ഉറച്ച ഒരു ഇടമാക്കി അള്ളാഹു ഭൂമിയെ മാറ്റി. പക്ഷെ ചില സമയങ്ങളിൽ അത് ഇളകുന്നു. മനുഷ്യർ അള്ളാഹു അതിനെ കറാറാക്കിയ കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കാനാണ്. ഇതുവരെ ഒരു തകരാറുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ നമ്മൾ ജീവിക്കുന്നു. പെട്ടെന്ന് ഇളകുമ്പോൾ നമ്മൾ കെട്ടിയുണ്ടാക്കിയ സൗധങ്ങൾ നമ്മുടെ തലക്ക് മീതെ അത് തകർന്നു വീഴുമ്പോൾ, പലരുടെയും ജീവിതങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അള്ളാഹു നൽകിയ ഖറാർ എന്ന നിഅമത്തിനെ സംബന്ധിച്ച് ആലോചിക്കാനാണ് റബ്ബോട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ആയതാണ് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹു. അള്ളാഹുവിന് മാത്രമാണ് അവന്റെ പട്ടാളങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ളതും അറിവുള്ളതും. അതെന്തിനു പറഞ്ഞയക്കുന്നു, എത്ര അളവിൽ പറഞ്ഞയക്കുന്നു, അത് ഏതു വിധേന ആരുടെ മേൽ പറഞ്ഞയക്കുന്നു, ആ റബ്ബിന്റെ പട്ടാളങ്ങൾ എന്ത് നാശങ്ങളും എന്ത് അനന്തര ഫലങ്ങളുമാണ് സൃഷ്ടിക്കുന്നതെന്ന് കൃത്യമായി അറിയുന്നവൻ റബ്ബാൻ.
എന്നാ മനുഷ്യർക്ക് അതിലുള്ള പാഠമെന്നാണ് മനുഷ്യനൊരു ഓർമ്മപ്പെടുത്തലാണ് അവൻ ചെയ്തു വച്ച കർമ്മങ്ങളെ സംബന്ധിച്ച്, പരലോകത്തേക്ക് അവൻ തയ്യാറാക്കി വെക്കുന്ന വിഭവങ്ങളെ സംബന്ധിച്ച്, മനുഷ്യൻ ചെയ്തു പോകുന്ന തിന്മകളെ സംബന്ധിച്ചുള്ള ആലോചനകൾക്ക് വേണ്ടി റബ്ബ് അവന്റെ പട്ടാളങ്ങളെ പറഞ്ഞയക്കുന്നു. ജുനൂദ് എന്നുള്ളതിനെ പലപ്പോഴും റബ്ബിന്റെ പരീക്ഷണങ്ങളുമായി ചേർത്തിയിട്ടാണ് മുഫസ്സിറുകൾ അതിനെ വിശദീകരിക്കുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങളും പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ ഖദറാൻ, റബ്ബിന്റെ നിശ്ചയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഏകത്വത്തെ, അവന്റെ വഹദാനിയത്തിനെ, അള്ളാഹുവിന്റെ വിധിക്ക് കീഴടങ്ങുന്നതിനെ സംബന്ധിച്ചാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ സുബ്ഹാനഹു തആല പറയുന്നു, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. വമാ നുർസിലു ബിൽ ആയാത്, ആയത്തുകളെ നാം പറഞ്ഞയക്കുന്നില്ല ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്താനല്ലാതെ. അഥവാ അശ്രദ്ധയിൽ കടിയുന്ന, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന, തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ഭയം വരാൻ, അവരെ പേടിപ്പിക്കാൻ അള്ളാഹു അവന്റെ ആയത്തുകളെ പറഞ്ഞേക്കുന്നു. എന്താ ആയത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം? ആയാത്ത് എന്ന് പറഞ്ഞാൽ വെറും വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മാത്രമല്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. ആയത്തുകൾ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അതല്ലെങ്കിൽ റബ്ബിന്റെ മറ്റു ശിക്ഷാമുറകൾ, അതിനെയൊക്കെ ആയാത്തുള്ള, അത് റബ്ബ് പറഞ്ഞയച്ചത് എന്തിനാണ് എന്ന് റബ്ബ് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. ഇല്ലാ തഖ്വീഫ, പേടിണ്ടാവാൻ. അല്ല, ഒരു പ്രദേശം മുഴുവൻ എത്ര കിലോമീറ്ററുകളാണ്, എത്ര കണക്കിന് നാശനഷ്ടങ്ങളാണ് ആ രാജ്യത്ത് ഉണ്ടായത്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ റബ്ബിന്റെ പരീക്ഷണം വരുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനും, റബ്ബിന്റെ ശിക്ഷാരീതികളെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കാനും സത്യവിശ്വാസികൾ അത്തരം റബ്ബിന്റെ ആയത്തുകളെ സംബന്ധിച്ച് ബോധ്യമുള്ളവരായി തീരണമെന്നാണ് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബ് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു അവൻ സ്വയം നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. റബ്ബ് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്താന്നുള്ളതിന് അപ്പുറത്തെ കൂടെ പറയാം, താക്കീത് നൽകുന്നു. എന്താ? ഇലല്ലാഹിൽ മസീർ, നിങ്ങൾ മടങ്ങിപ്പോകാനുള്ളത് റബ്ബിലേക്കാണ് എന്നിങ്ങനെ തുടങ്ങുന്ന ഇത്തരം ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള, റബ്ബിന്റെ പരീക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള ആയത്തുകൾ മുഴുവൻ ഒരു സത്യവിശ്വാസിക്ക് സമ്മാനിക്കുന്നത് അവന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആലോചനകളാണ്. ഇനി എത്രമാത്രം ഞാൻ റബ്ബിലേക്ക് അടുക്കുക. ലോകത്ത് അത്രമാത്രം വൃത്തികേടുകൾ സംഭവിക്കുമ്പോഴാണ് റബ്ബിന്റെ പരീക്ഷണം ഇങ്ങനെ കടന്നു വരിക എന്നുള്ളതാണ്. അതൊരു ശിക്ഷാരീതിയായി തന്നെ ചില പണ്ഡിതന്മാർ അതിനെണ്ണിയതും വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകളിൽ കാണാനാകും. നമ്മൾ ചെയ്യുന്ന തിന്മകളുടെ ദുരന്തങ്ങളാൻ, അനന്തരഫലങ്ങളാൻ മനുഷ്യർ അനുഭവിക്കുന്നതെന്നല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതും ആ ഒരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ അള്ളാഹുവിന്റെ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അവിടെ ഉണ്ടാകുന്ന ആഭാസങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ ലോകത്ത് സംജാതമാകുമ്പോ റബ്ബ് അവർക്ക് താക്കീത് പറഞ്ഞേക്കുന്നു. റബ്ബ് അവരെ ഭയപ്പെടുത്തുന്നു. എന്തിന്? റബ്ബിലേക്ക് അവർ വീണ്ടും കീഴൊതുങ്ങി ജീവിക്കാൻ, അള്ളാഹുവിന്റെ കഴിവുകളെ തിരിച്ചറിയാൻ, റബ്ബിനെ പഠിക്കാൻ, റബ്ബിലേക്ക് കീഴൊതുങ്ങി ജീവിക്കാൻ. അവര് താഴ്മയോടുകൂടി ജീവിക്കുന്നവരായേക്കാം എന്നുള്ള നിലക്കാണ് റബ്ബ് ഇങ്ങനെ അവന്റെ ശിക്ഷാരീതികളെ ഭൂമിയിൽ ചിലയിടങ്ങളിൽ റബ്ബ് ആക്കി തീർക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമ്മൾ ഓതിപ്പോയൊരായത്താൻ വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, ഒരു വിപത്തും നിങ്ങളെ ബാധിക്കുന്നില്ല. മുസീബത്ത്, ഒരു മുസീബത്തും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ ദുരന്തമാണ് മനുഷ്യർ അനുഭവിക്കുന്നതെന്നാണ് റബ്ബിന്റെ സംസാരം. എന്നാലോ വയഅഫു അൻ കസീർ, റബ്ബ് ആയത്ത് നിർത്തിയത് അങ്ങനെ, ഭൂരിഭാഗം തിന്മകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. ധാരാളം ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്. അതിങ്ങനെ കൂടുമ്പോ, അവരുടെ തിന്മകളും തോന്നിവാസങ്ങളും ലോകത്ത് വർദ്ധിക്കുമ്പോൾ അല്ലാഹു ഒരു പിടുത്തത്തിന്, അവർക്കൊരു താക്കീതിന്, അവർക്കൊരു മടങ്ങി വരാനുള്ള ഒരു തിരിച്ചറിവിന് അല്ലാഹു ഇത്തരം റബ്ബിന്റെ ആയത്തുകളെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്നുവെന്നാൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ്: യാ ഉമ്മത്ത മുഹമ്മദ്, നബി സ്വഹാബത്തിനെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് റസൂലയെ ഉമ്മത്ത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ, മുഹമ്മദിന്റെ സമൂഹമേ, വല്ലാഹി മാ മിൻ അഹദിൻ അഗ്യറ മിൻ അല്ലാഹി അൻ യസ്നി അബ്ദുഹു ഔ അമതുഹു
അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് അവന്റെ അടിമ വ്യഭിചരിക്കുന്നത്. അവന്റെ ആണായ ഒരു അടിമ വ്യഭിചരിക്കും, പുരുഷനായ ഒരു അടിമ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയായ അടിമ വ്യഭിചരിക്കുന്നതെന്നാൽ ഒരു സ്ത്രീയും ആ അടിമകളിൽപ്പെട്ട ഒരു സ്ത്രീയും ഒരു പുരുഷനും വ്യഭിചരിക്കുന്നത് റബ്ബിന് ഏറ്റവും ഈർഷതയുള്ള കാര്യമാണ് എന്ന് ഉമ്മത്ത് മുഹമ്മദേ എന്ന് വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് വലമ്മാ ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഹ്ലികു വഫീനാ സ്വാലിഹൂൻ, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ തകർക്കപ്പെടുമോ? നമ്മുടെ അള്ളാഹുവിന്റെ ശിക്ഷയാൽ നമ്മൾ തകർക്കപ്പെടുമോ? നമ്മുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കെ. സ്വാലിഹീങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ, നല്ല സദ്വൃത്തരായ ആളുകളുണ്ടല്ലോ, ഇവരിങ്ങനെ ഉണ്ടായിരിക്കെ നമ്മളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് പതിക്കുമോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കഫുറൽ ഖബസു, അതെ, ലോകത്ത് വൃത്തികേടുകൾ വ്യാപിച്ചു കഴിഞ്ഞാൽ, വൃത്തികേടുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ, തോന്നിവാസങ്ങൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുമെന്ന്. അതിലെത്ര സ്വാലിഹ്യങ്ങൾ ഉണ്ടായാലും എത്ര നല്ലവരായ ആളുകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ ശിക്ഷ, അള്ളാഹു അവരെ തകർക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം സൂചിപ്പിച്ചത്. അത് ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടുമ്പോ ആ നാട്ടുകാർ കേടുന്നോണ്ടാണ് എന്ന് പറഞ്ഞ് കൈകഴുകാൻ ഒരാൾക്കും കഴിയൂല. നേരെ മറിച്ച് ലോകത്ത് മുഴുവൻ വരുമ്പോ മറ്റുള്ളവർക്കും അതെന്താണ്? പാഠമായിട്ടാണ്, അള്ളാഹു ഒരു ബോധ്യമായിട്ടാണ് അതിനെ. മാത്രവുമല്ല, എത്ര നിരപരാധികളാണ് അവിടെ ഉള്ളത്. അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് തന്നെ ഇസ്ലാമിന് വേണ്ടി പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എത്ര നല്ല പണ്ഡിതന്മാരുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ മഹാപണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അമേരിക്കയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന മഹാപണ്ഡിതന്മാർ, അവരുടെയൊക്കെ വീടുകളും അവർ പ്രബോധനം ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ വീടുകളും ആ കത്തിച്ചാമ്പലായവയിലുണ്ട്. ലോകത്തെല്ലാ തെമ്മാടികളുടേതും കത്തിച്ചാമ്പലായി എന്ന് പറഞ്ഞിട്ട് അതിൽ ആവേശം കൊള്ളുന്ന ആളുകൾ കാണേണ്ട ചിത്രങ്ങളാണ്. നിരപരാധികളായ പലരും അതിലകപ്പെട്ടവരാൻ. ഒരു സത്യവിശ്വാസിയുടെ പച്ചയായ മനസ്സ് പലപ്പോഴും ദയയും കാരുണ്യവും ആർദ്രതയും നിറഞ്ഞു തുളുമ്പുന്നതാണ്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ ലോകത്ത് അവർ കാട്ടി ഒരു ജനതയോട് അവിടെയുള്ള ഭരണാധികാരികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ അവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ ആവേശവും ആഹ്ലാദവും പ്രകടിപ്പിക്കേണ്ടവനല്ല. അത് വിവേകികളുടെ രീതിയല്ല. എന്നാൽ നേരെ മറിച്ച് റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹിനോട് ദുആ ചെയ്യലേ, ആ ഏറ്റവും നല്ല ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ ഇത്രമാത്രം ക്രൂരമായി ശിക്ഷിക്കുന്ന ആളുകൾക്കെതിരെ നമസ്കാരങ്ങളിൽ അവർക്കെതിരെ ദുആ ചെയ്യുക. ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും നമ്മളെ പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ അതാണ്. പക്ഷേ ഒരു ശിക്ഷാരീതിയോ അതല്ലെങ്കിൽ റബ്ബിന്റെ വല്ല പരീക്ഷണമോ വരുമ്പോ അതിനെ മുഴുവൻ ആഘോഷിക്കുന്ന തരത്തിലേക്ക് ഉള്ള പ്രസ്താവനകളിൽ ഒരു വിവേകിയായി സത്യവിശ്വാസിക്ക് ഇടപെടാൻ സാധിക്കുകയില്ല എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതും അത്തരം സംസാരങ്ങളെ സംബന്ധിച്ചാണ്. അള്ളാഹുവിന്റെ പല തരത്തിലുള്ള പ്രകമ്പനങ്ങൾ, ഭൂമി ഇങ്ങനെ കുലുങ്ങും, പക്ഷെ എന്നാലും അവന്റെ ഹൃദയത്തിന്റെ കാഠിന്യം റബ്ബിലേക്ക് ചലിക്കുന്നില്ല. ഭൂമി കുലുങ്ങുമ്പോ പോലും റബ്ബിലേക്കുള്ള മടങ്ങി വരവിനെ സംബന്ധിച്ച്, മടങ്ങി ചെല്ലലിനെ സംബന്ധിച്ച് മനുഷ്യന്മാർ ഓർക്കുന്നില്ല. മാത്രവുമല്ല, ശക്തമായ ഒരു കാറ്റടിക്കുമ്പോ പോലും, ഒരു ചുഴലിക്കാറ്റാവട്ടെ കൊടുങ്കാറ്റാവട്ടെ, അതടിക്കുമ്പോ പോലും മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ആ കാറ്റ് തട്ടുന്നില്ല. അത്രമാത്രം ദുഷിച്ച ജീവിതങ്ങളിലേക്ക് മനുഷ്യ സമൂഹം ഇന്ന് സഞ്ചരിക്കുമ്പോൾ റബ്ബിന്റെ സംസാരങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇത്തരം സന്ദർഭങ്ങളെ ഞാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. റബ്ബ് പറയുന്നു, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ ثم لا يتوبون ولا هم يذكرون. ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുന്നുവെന്നാണ്. റബ്ബിന്റെ പരീക്ഷണങ്ങൾ അവരെ പിടികൂടുന്നുവെന്നാണ്. ഒന്നോ രണ്ടോ തവണ എന്നുള്ളത് റബ്ബ് ആവർത്തനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. അതിലധികവും ചിലപ്പോൾ ഒരു വർഷങ്ങളിൽ സംഭവിക്കാറുണ്ട്. 2025 തുടങ്ങിയിട്ടുള്ളൂ, 2025 തുടങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും കടന്നു വരുന്ന ദുരന്തങ്ങളായ പല വാർത്തകളും ഒരു രാജ്യത്ത് മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവരാണ്. റബ്ബിന്റെ പരീക്ഷണങ്ങളുടെ ആവർത്തനത്തെ സംബന്ധിച്ച് റബ്ബ് സൂചിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ഇങ്ങനൊക്കെ റബ്ബ് അവരെ പിടിച്ചു കുലുക്കിയിട്ടും
ഇങ്ങനെയൊക്കെ റബ്ബ് അവരെ അള്ളാഹു ഭയപ്പെടുത്തിയിട്ടും, ഇങ്ങനെയൊക്കെ റബ്ബ് അവർക്ക് താക്കീത് നൽകിയിട്ട്, യുഹദ്ദിറുക്കുമുല്ലാഹ് ഇല്ലാ തഖ്വീഫ എന്ന രണ്ട് വാക്കുകളെയാണ്, ഭയപ്പെടുത്തിയിട്ടും താക്കീത് ചെയ്തിട്ടും സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്കുറൂൻ, സുമ്മ ലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച വാക്കതാണ്. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? പശ്ചാത്തപിച്ച് മടങ്ങുന്നുമില്ല. അള്ളാഹുവിന്റെ ഇത്തരം കടുകുകളെ സംബന്ധിച്ച് അവർ ആലോചിക്കുന്നുമില്ല, ഉറ്റാലോചിക്കുന്നുമില്ല. ലോകത്തെ ഭൂരിഭാഗം ആളുകളുടെ അവസ്ഥ ഏതാണ്? ഈ ആയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ വാക്യത അവല യറൗന. അവല യറൗന, എന്താ അവല യറൗന? അവർ കാണുന്നില്ലേ? കാണണല്ല. ഇതൊക്കെ ഈ കഴിഞ്ഞ ദിവസത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പിന്റെ വാക്കോക്കി, അവർ കാണുന്നില്ല ഓരോ വർഷത്തിലും എന്ന്. അവർ കാണുന്നില്ല ഓരോ വർഷത്തിലും എന്തെല്ലാം ഫിത്നകളാണ് നേർക്കാഴ്ചകളായി അവരുടെ കൺമുമ്പിൽ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ചിലപ്പോ സ്വന്തം നാട്ടിലാവാം, ചിലപ്പോ കേരളത്തിലാവാം, അല്ലെ വയനാട്ടാവാം. നമ്മൾ ചിലപ്പോ തിരുവനന്തപുരത്തുകാരനോ കാസർഗോഡുകാരനോ, പക്ഷെ വയനാട് തൊട്ടടുത്താൽ ചിലപ്പോ വയനാട് നമ്മുടെ നാട്ടിലല്ല, ചിലപ്പോ അപ്പുറത്തുള്ള അയൽ രാജ്യങ്ങളിലാകാം, അതുമല്ലെങ്കിൽ അയൽപക്കങ്ങളിലാകാം, സ്വന്തം കുടുംബങ്ങളിലാകാം, ഒരു വ്യക്തി ജീവിതത്തിലാകാം. എവിടെ വാദിച്ചാലും നമ്മൾ കണ്ടതാണോ? അതെന്തിനാൻ? റബ്ബ് നമ്മളെ പിടികൂടുകയാണെന്ന ബോധ്യത്തിൽ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഅതബിറു യാ ഉലിൽ അബ്സാർ, യാ ഉലിൽ അബ്സാർ, കാഴ്ചയുള്ളവനെ, കണ്ണുള്ളവനെ, നിങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളൂ. എഴുത്തബിറു എന്ന ഇബ്റത്തിനെ ഉൾക്കൊള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെയും സൂചിപ്പിക്കുന്നു. പക്ഷെ ഇത് അത്ര റബ്ബ് എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും ചില ആളുകൾ അശ്രദ്ധയിലാണ്. ഇതിനെ കുറിച്ച് ആലോചനയില്ല, ചിന്തയില്ല, ബോധ്യമില്ല. എന്നാലും അവനാന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ അയാൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. അയാളുടെ ദൈനംദിന ജീവിതത്തിലെ നിർബന്ധ ബാധ്യതകളെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല. എന്നാലും അവിടെ ഇട്ട ബോംബിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ അവിടെ കത്തിയ തീയിന്റെ എണ്ണ അളവിനെ സംബന്ധിച്ചും അവൻ വാചാലനാണ്. ജീവിതത്തിലെ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകളിലെ വീഴ്ചകളെ സംബന്ധിച്ച് അവൻ ആലോചിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യേണ്ട സുന്നത്തുകളെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. പലപ്പോഴും ബിദ്അത്തുകളും എല്ലാവിധ അനാചാരങ്ങളിലും മുഴുകിത്തീരുന്ന ഒരു സമൂഹം ചുറ്റിൽ നിലനിൽക്കെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതകളെ സംബന്ധിച്ച് അവൻ ആലോചിക്കുന്നില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ആണ്. ഭൂരിഭാഗം ആൾക്കാരും എന്തിനാണ്? ഭൂരിഭാഗം ആളുകളും അശ്രദ്ധയില. അങ്ങനത്തെ അശ്രദ്ധരെ സംബന്ധിച്ച് റബ്ബ് പറയുന്നു, വലക്കത് ദറഇന, തീർച്ചയായും നാം പടച്ചിട്ടുണ്ട്, ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ജഹന്നം, നരകത്തിന് വേണ്ടി ചില ആൾക്കാര്, ചിലന്നല്ല പറഞ്ഞത്, ജഹന്നമ കസീറൻ എന്നാണ്. ഇത് കസീറൻ ധാരാളം ആൾക്കാരാണല്ലോ അശ്രദ്ധയിൽ. ധാരാളം ആളുകളെ നാം പടച്ചു. ആരിൽ നിന്നും? മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നാം പടച്ചു വെച്ചു. റബ്ബ് പറയാൻ, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹ, പക്ഷെ ഹൃദയം കൊണ്ട് കേൾക്കേണ്ടതും ഹൃദയം കൊണ്ട് കാണേണ്ടതും ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടതും അവരെന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യുനുൻ, അവരുടെ കൺമുന്നിൽ റബ്ബിന്റെ ദുരന്തങ്ങളും റബ്ബിന്റെ പരീക്ഷണങ്ങളും വരും, പക്ഷെ കാണുന്നില്ല. കാണേണ്ടത് അവർ കാണുന്നില്ല. ലാ യുബ്സിറൂന ബിഹാ, റബ്ബ് പറയല്ലേ, ലാ യുബ്സിറൂന, ആ കണ്ണോണ്ട് എന്താണോ എത്തിക്കാണേണ്ടത് അവർ എത്തിക്കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, നമുക്ക് കാണാതെ അറിയാനായിട്ടല്ലേ, അവർക്ക് കേൾക്കാൻ കാതുകളുണ്ട്, പക്ഷെ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. അവർ വാചാലരാണ്. അവരുടെ വിരൽ തുമ്പുകളിൽ എന്തും ടൈപ്പ് ചെയ്യാൻ വാചാലരാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിന്റെ റബ്ബിലേക്കുള്ള മടക്കത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈകല്ലനാം, അവർ കന്നുകാലികൾക്ക് തുല്യാണ്. കണ്ണുണ്ട് അല്ലെ, കന്നുകാലികൾക്ക് കാലുണ്ട്, കന്നുകാലികൾക്ക് കേൾവിയുണ്ട്, പക്ഷെ കേൾക്കേണ്ടതും കാണേണ്ടതുമല്ലല്ലോ. അവർ വെറുതെ തിന്നും കുടിച്ചും രമിച്ചും ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്നു. അവിശ്വാസികളെ റബ്ബ് പറഞ്ഞത് അങ്ങനെയാണ്, കന്നുകാലികൾക്ക് തുല്യമാണ്. അതായത് പരലോക ചിന്ത ഇല്ലെങ്കിൽ അവർ ഏതുപോലെയാണ്? അവർ കന്നുകാലികൾക്ക് തുല്യമാണെന്ന് പറഞ്ഞാൽ തിന്ന കുടിക്കുക, അതുപോലെ തന്നെ ഇവിടെ കുറെ രമിക്കുക, ദുനിയാവ് അത്രേ ഉള്ളൂ. അതുപോലെയാണെന്ന് റബ്ബ് പറയുന്നത്. റബ്ബ് ബൽഹും അദൽ, കന്നുകാലിയുള്ള അതിലും വഴിപിഴച്ചവരാണ്. വൽഹും അദൽ, റബ്ബ് ആയത്ത് നിർത്തിയ വാക്കാണ് അടിവരടേണ്ടത്. എന്താ ആയത്ത് റബ്ബ് നിർത്തിയത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈക ഹുമുൽ ഗാഫിലൂൻ,
ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധവാന്മാർ. ശ്രദ്ധല്ല, ഇങ്ങനൊക്കെ റബ്ബ് പലതും ലോകത്ത് കാണിച്ചു കൊടുത്തിട്ടും അവരെന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. സ്വന്തം ജീവിതത്തെ ഒരു ഇസ്ലാമിക ചിട്ടയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രദ്ധയായിരിക്കണം റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഓരോ ദുരന്തങ്ങളിലും സത്യവിശ്വാസിക്ക് നൽകുന്ന നിർദ്ദേശം, റബ്ബിന്റെ സന്ദേശം. അതാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം സംസാരങ്ങളിൽ ഇന്ന് ഉണർത്താൻ വേണ്ടി ഉദ്ദേശിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ചില ആളുകൾക്ക് എത്ര റബ്ബ് ഭൂമി കുലിക്കാലും അവരുടെ ഹൃദയം കുലുങ്ങൂല. അതാരെ പറ്റി പറഞ്ഞതാ? ജൂതന്മാരെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞു. മുനാഫിക്കുകളെ സംബന്ധിച്ചൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതും അതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ജൂതന്മാർ, അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാ. ലോകത്ത് നല്ല ബുദ്ധിയുള്ള ആൾക്കാർ നമ്മൾ അവരെ വിശേഷിപ്പിക്കാറ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുമായി അമ്പിയാക്കൾ അവതരിച്ചപ്പോഴും അവരുടെ ഹൃദയങ്ങൾ എന്തായി? കടുത്തുപോയി. നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഒന്നുകിൽ കല്ലും കല്ലിനേക്കാളും ശക്തമായ രീതിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നു? ഇളകാത്ത വിധം അത് ശക്തമായി തീരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആയത്ത് അത്ര കിട്ടിയിട്ടും തലയിൽ കയറാത്തവന്റെ അതിന് ശ്രദ്ധിക്കാത്തവരെ റബ്ബ് അവഹേളിച്ചതാണ്, റബ്ബ് നിന്ദിച്ച് പറഞ്ഞതാണ്. അവരെ മാത്രമല്ലല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ റബ്ബിന്റെ കൽപ്പനകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ റബ്ബ് വിശേഷിപ്പിച്ചതും അതാണ്. അള്ളാഹുവിന്റെ ആയത്തുകളെ കൃത്യമായി കേൾക്കുകയും അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് പാരായണം ചെയ്യുകയും ചെയ്തിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്തവനാരോ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, തീർച്ചയായും നാം കുറ്റവാളികളിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കുന്നവരാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞുവെങ്കിൽ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അശ്രദ്ധരായി കളയുന്ന, റബ്ബ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കാണിപ്പിച്ചു തന്നിട്ടും ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചിട്ടും വീണ്ടും അശ്രദ്ധയിൽ കഴിയുന്നവരാണെങ്കിൽ റബ്ബ് നിശിതമായി വിമർശിച്ച ഒരു സമൂഹത്തെ റബ്ബ് പറയാതെ പോയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ അവരും ഇവരും തമ്മിൽ യാതൊരുവിധ വ്യത്യാസമില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊരു സംസാരത്തിനും അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സും സഹോദരന്മാരെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അമേരിക്കയിൽ ഉണ്ടായ ഒരു തീപിടുത്തത്തെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ പല പ്രസ്താവനകളും പുറപ്പെടുവിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ കണ്ണീരിൽ സന്തോഷം കണ്ടെത്തേണ്ടവരല്ല നമ്മളെന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും ഓരോ അമേരിക്കക്കാരനാണ്, ഇത്ര ദ്രോഹം മുസ്ലിങ്ങളോട് ചെയ്യുന്ന ആളായിട്ടും അവരിപ്പോഴും സപ്പോർട്ട് അവർക്കാണ് എന്നുള്ള നിലയ്ക്ക് ചില മുദ്രകുത്തലും ചാപ്പകുത്തലൊക്കെ ആയിട്ട് അയാളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നു. പക്ഷെ ഒരു മുസ്ലിമായ ഒരാൾ അതിനങ്ങനെ പറയുന്നത് മുസ്ലിമീങ്ങൾക്കെതിരെ ആളുകളെ സപ്പോർട്ട് ചെയ്യലൊന്നല്ല, അത് ഉറപ്പല്ലേ. പക്ഷെ ലോകത്തിന്റെ എല്ലാവരും ഒരു നഷ്ടമെന്ന് പറഞ്ഞാൽ ലോക സമ്പത്തിന് ഉണ്ടാകുന്ന തകർച്ച, ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രയാസം, ബുദ്ധിമുട്ട്, അതിനൊരിക്കലും ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ഒരാൾക്ക് കഴിയൂല. പക്ഷെ ഒരു സമൂഹത്തെ മുഴുവൻ തകർത്ത് കളയാനുള്ള പ്രസ്താവനകളും നിർദ്ദേശങ്ങളും ആ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന് വരുമ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും അതിനെന്തല്ല, കുറ്റക്കാരല്ല. പക്ഷെ അത്തരം ഭരണാധികാരികളുടെ പ്രസ്താവനകൾക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്താം, അതിനെതിരെയുള്ള വിപ്ലവവാക്യങ്ങളുമായി നമുക്ക് ഇറങ്ങാം. പക്ഷെ ഒരു സമൂഹത്തിന് ഒരു ദുരന്തം ബാധിക്കുമ്പോൾ അതിനെ ആഘോഷിക്കുന്നതാണ് പലപ്പോഴും വിഡിത്തമായി ഇന്ന് സമൂഹം അതിനെ മനസ്സിലാക്കാതെ അതിന്റെ കൃത്യമായ വ്യക്തമായ ധാരണകളില്ലാതെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അറബികൾക്കിടയിലുള്ള പല പേജുകളും അറബ് മിഡിൽ ഈസ്റ്റിനെതിരെയാണ് പുതിയ പ്രസിഡന്റ് പോലും എന്ത് ചെയ്തത്? നാവെടുത്ത് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഒരാളും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വാക്കുകൾ ഒരു നിലക്കും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിലുമുള്ള മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അധിനിവേശം, മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന കടന്നുകയറ്റം, മുസ്ലിം രാഷ്ട്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കുന്നതും മുസ്ലിം രാഷ്ട്രങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം വലിയ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുന്നതും പിന്നിൽ അവരാണെങ്കിൽ പോലും അല്ലാഹ് ഇതൊന്നും മറക്കുന്നവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിക്മത്തിനെ കൃത്യമായി ഓരോ കാര്യങ്ങളിലും അവൻ ഹിക്മത്തോടുകൂടി ഇടപെടുന്നവനാണെന്ന് വിശ്വസിക്കുന്നവനാ സത്യവിശ്വാസി. റബ്ബിന്റെ തീരുമാനം ലോകത്തായാലും പരലോകത്തായാലും അള്ളാഹു അത് നൽകേണ്ടത് കൃത്യമായി നൽകുമെന്ന് വിശ്വസിക്കുന്നവനാണ്.
മാത്രവുമല്ല, ഈ ഒരു സമയത്ത് ഏതൊരു ഭരണാധികാരികൾക്കും ഉണ്ടാവേണ്ട ഒരു ചിന്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിനെ അവസാനിപ്പിക്കാം. ഇപ്പൊ ഏതൊരു ഭരണാധികാരികളാണെങ്കിലും രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഭരണം നന്നാവണമെന്നാണ്. ഭരണാധികാരികളുടെ ഭരണം നന്നായില്ലെങ്കിൽ ആ രാജ്യം നശിക്കും. രാജ്യം മാത്രമല്ല, ലോകത്ത് എല്ലാവർക്കും ദുരന്തേക്കാരം. എന്നാൽ ഭരണാധികാരി നല്ല നിലക്ക് ഭരണം കാഴ്ചവെച്ചാൽ, നീതിയോടുകൂടി കാര്യം നിർവഹിക്കുന്നവരാണെങ്കിൽ, ആളുകളുടെ എല്ലാവിധ അവകാശങ്ങളും കൃത്യമായി വകവെച്ചു കൊടുക്കുന്നവരാണെങ്കിൽ, അന്യായമായി ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കാത്തവനാണെങ്കിൽ അയാൾക്ക് നിർഭയനായി കിടന്നുറങ്ങാം. ആ ഭരണാധികാരികൾക്കും ആ ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രജകൾക്കും സുരക്ഷിതനായി രാവുകൾ കിടന്നുറങ്ങാം. അതിന്റെ തെളിവെന്താ? ഏറ്റവും വലിയ തെളിവ് ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതമാണ്. ഉമർ റളിയല്ലാഹു എത്ര കാലം ഇസ്ലാമിക രാജ്യം ഭരിച്ചു? 10 വർഷക്കാലം ഇസ്ലാമിക രാജ്യത്തിന് അഭിവൃദ്ധിയും സമൃദ്ധിയും കൊണ്ടുവന്ന ഖലീഫയായിരുന്നു റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ഉമർ റളിയല്ലാഹുവിനെ അന്വേഷിച്ച് കിസ്റയുടെ പടയാളികൾ മദീനയിലേക്ക് കടന്നു വന്ന രംഗത്തെ ഹദീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. കിസ്റയുടെ അനുയായികളാണ്. അവർ വന്ന് ചോദിച്ചു, ഈ രാജ്യത്തിന്റെ രാജാവിന്റെ വീട് എവിടെ, കൊട്ടാരം എവിടെ? മറുപടി കിട്ടിയത് എന്താ? ഞങ്ങളുടെ രാജ്യത്തെ രാജാവിന് കൊട്ടാരമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. പറയാൻ പറ്റാവുന്ന ഒരു വീട് അദ്ദേഹത്തിനില്ല എന്നും പറഞ്ഞു. എവിടെ വീട്ടിൽ പോയാൽ കാണൂല എന്നും പറഞ്ഞു. അദ്ദേഹത്തെ പോയാൽ എവിടെ പോയാൽ കാണാം എന്നാ പരിവാരം ചോദിച്ചപ്പോ അയാൾക്ക് കിട്ടിയ മറുപടി ഇതാണ്: കുറച്ചു നേരം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് അവിടെ പോയി നോക്കണം എന്ന് പറഞ്ഞു. ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു ഞാൻ. ഇവരന്വേഷിച്ചു പോയി എന്നാൻ. അവിടെ നിന്ന് അവർ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു ഭരണാധികാരിയുടെ രൂപം അവരുടെ കണ്ണുകളിൽ. കിസ്റയും കൈസറും ഉത്തുംഗതയിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമോന്നതയിൽ കഴിയുന്ന, പരകോടിയിൽ കഴിയുന്ന, എല്ലാവിധ ആഡംബരങ്ങളിലും കഴിയുന്ന ചക്രവർത്തിമാരെ കണ്ടു ശീലിച്ച അവർക്ക് ഇസ്ലാമിക ഭരണാധികാരിയെ കണ്ടപ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞില്ല എന്ന്. മരത്തണലിൽ ചെരുപ്പും തലക്ക് കീഴെ വെച്ച് കിടന്നുറങ്ങുന്ന ഉമർ റളിയല്ലാഹുവിനെ അവർ കണ്ടു എന്ന്. വീട്ടിലല്ല, ഒരു മരത്തിന്റെ ചോട്ടിൽ നിർഭയനായി. അവിടെ അംഗരക്ഷകരില്ല, അവിടെ പാറാവുകാരില്ല. ഉമർ റളിയല്ലാഹുവിനെ എപ്പോഴും സുരക്ഷിതത്വം പകരുന്ന എന്തെങ്കിലും വർത്തമാനങ്ങളോ വാചകങ്ങളോ പറയുന്ന ഒരാളും അവിടെയില്ല. ഒറ്റക്കോടെ തല മണ്ണിൽ തറയിൽ അർപ്പിച്ച് അരികത്ത് ചെരുപ്പും വെച്ച് കിടന്നുറങ്ങുന്ന സാധാരണ ഒരു മനുഷ്യനെ കണ്ടപ്പോ അവർ അത്ഭുതപ്പെട്ടു വന്നാൽ അവർ പറഞ്ഞൊരു വാക്കാൻ ഹക്കംത അജൽത തുമ്മ നിംത. അല്ലെ, നീ ഭരണം നടത്തി, നിങ്ങൾ ഭരണം നടത്തി, ഏറ്റവും നല്ല ഭരണം, ജനങ്ങൾക്കിടയിൽ നീതി പാലിച്ചു. അമിൻത, അതുകൊണ്ട് താങ്കൾ നിർഭയനായി. നിംത, ഒരു പ്രയാസമില്ലാതെ ഒരു ആരെയും പേടിക്കാതെ നിങ്ങൾ കിടന്നുറങ്ങുകയും ചെയ്തു എന്നാൽ സമാധാനത്തിൽ നെടുവീർപ്പ് ഏറ്റവും നല്ല നിലക്ക് ദീർഘശ്വാസം, അല്ലെ, നമ്മളെന്താ പറയാ, ആശ്വാസത്തിന്റെ ഏറ്റവും നല്ല നിശ്വാസം പുറത്തേക്ക് അയച്ചുകൊണ്ട് നല്ല നിലക്ക് കിടന്നുറങ്ങാൻ കഴിഞ്ഞത് ഉമർ റളിയല്ലാഹുവിന്റെ നീതിപൂർവമായ ഇടപെടലുകളും ഭരണവുമായിരുന്നു എന്ന് പറയുമ്പോൾ ഏതൊരു ഭരണാധികാരികൾക്കുമുള്ള ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ വലിയ തെളിവെന്ന് പറയുന്നത് ആ ഒരു പ്രവർത്തനമാണ്. നല്ല നിലക്ക് ഭരിക്കണോ പ്രജകളും അതുപോലെ തന്നെ അവിടെയുള്ള ഭരണാധികാരികൾക്ക് സുന്ദരമായി സുഖമായി കടന്നുറങ്ങാനാകും. പക്ഷെ ഭരണങ്ങളിൽ പലപ്പോഴും അനീതിയും ക്രമക്കേടുകളും മൂല്യച്യുതികളും ഒക്കെ കടന്നു വരുമ്പോ ലോകത്ത് ഫസാദുകളാണ്, ഫിത്നകളാണ്, കുഴപ്പങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന ഓരോ ആയാത്തുകളിലും ഓരോ റബ്ബിന്റെ പരീക്ഷണങ്ങളിലും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന പാകത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ എളിമയുള്ളതാവട്ടെ, റബ്ബിലേക്ക് കൂടുതൽ താഴ്മയുള്ളവരാക്കട്ടെ. ഇത്തരം സംസാരങ്ങൾ നമ്മുടെ മനസ്സുകളിലെ ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതാക്കട്ടെ. അള്ളാഹുവിന്റെ വലുപ്പത്തെയും അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ വിധികളെയും തിരിച്ചറിയാൻ പാകത്തിൽ ഇത്തരം സാഹചര്യ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള അറിവ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന തിന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരവട്ടെ. പല രീതിയിലുള്ള ദുരന്തങ്ങൾ പല നിലക്കും ഓരോ വർഷവും കടന്നു വരുമ്പോൾ വലിയ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാടുകളിലും നമ്മൾ അന്നം തേടുന്ന ഈ രാജ്യങ്ങളിലുമൊക്കെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും സമൃദ്ധിയും പുരോഗതിയും നമ്മുടെ നാടിനും ഈ നാടിനും റബ്ബ് സമ്മാനിക്കുമാറാവട്ടെ. ഇവിടുത്തെ ഭരണാധികാരികൾക്കും അള്ളാഹു എല്ലാവിധ സുരക്ഷിതത്വവും നൽകട്ടെ, എല്ലാവിധ നന്മയും പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ശത്രുക്കളുടെയും കുതന്ത്രങ്ങളിൽ നിന്ന് റബ്ബ് അവരെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിക ലോകത്ത് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ.
അവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമായി അള്ളാഹു നല്ലത് കൊടുക്കട്ടെ. ഇസ്ലാമിക രാജ്യങ്ങളിൽ അള്ളാഹു എല്ലാവിധ അഭിവൃദ്ധിയും സമൃദ്ധിയും റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമ്പൽ സമൃദ്ധിയിലേക്ക് റബ്ബ് അവരെ തിരിച്ചു ചെല്ലാനുള്ള എല്ലാവിധ അനുഗ്രഹവും റബ്ബ് ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെതിരെ പേനയുന്നവന്റെ പേനകളെ മുലയൊടിക്കട്ടെ. ഇസ്ലാമിനെതിരെ പടപൊരുതുന്നവന്റെ കൈകളെ അള്ളാഹു തകർക്കട്ടെ. ഇസ്ലാമിനെതിരെ തന്ത്രങ്ങൾ മെനയുന്നവന്റെ എല്ലാവിധ ബുദ്ധിയെയും അള്ളാഹു തച്ചുടക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് ശക്തി പകരട്ടെ. ഇസ്ലാമിന്റെ അനുയായികൾക്ക് ശക്തി പകരട്ടെ. ഇസ്ലാമിന് ഇസ്സത്ത് നൽകട്ടെ. ഏറ്റവും നല്ല ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇനിയും സജീവമാകാൻ, നല്ല ഹക്കായ കാര്യങ്ങൾ, സ്വഹീഹായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സംസാരം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ, ജീവിതത്തിൽ ഉപകാരപ്പെടുത്തി തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.